ഞാനൊരു ബൗളിലേക്ക് ഇതാ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുക്കാൽ ടീസ്പൂൺ ഇല്ല, അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. യെസ് അപ്പം നമുക്ക് കുറച്ച് വറ്റൽമുളക് ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്, ഒരു 2 അല്ലി വെളുത്തുള്ളി. യെസ്, അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു എളുപ്പ വഴിയാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് എന്താണെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്കിതൊന്ന് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതാ അപ്പം ഈ ഫോണിൽ എത്രത്തോളം വിസിബിളാണെന്നറിയില്ല, കുറച്ചത് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ എന്താ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. കറക്റ്റ് 1 കപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തെടുക്കാം. അപ്പം നമ്മുടെ പിസ്സയുടെ ഡൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നല്ല എയർ ടൈറ്റ് ആയിട്ട് ഒരു 2 hours എങ്കിലും മിനിമം അടച്ചു വെക്കണം. അപ്പം നമുക്ക് ഇപ്പോൾ കാണാം ഏകദേശം ഈ പാത്രത്തിലിരിക്കുമ്പോൾ എന്തുമാത്രം ഉണ്ടെന്ന്. ഇനിയിപ്പോൾ നമ്മളിത് അടച്ചു വെക്കുമ്പോഴത്തേനും ഈ ഡൗ കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട് വരും. യെസ്, അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് അടച്ചു വെക്കാം, റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിതിൽ ഓയിലും കൂടെ നല്ലപോലെ ബ്രഷ് ചെയ്തിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. യെസ്, ഞാനിവിടെ ആ പാത്രത്തിൻ്റെ മേളിൽ ഒരു എയർ ടൈറ്റ് ആയിട്ട് തുണി വെച്ച് നല്ലപോലെ ക്ലോസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് കൂടെ വെച്ച് കൊടുക്കാം. യെസ്, ചിക്കൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതിൽ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. ഒറിഗാനോ നമ്മുടെ പിസ്സയുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ഒറിഗാനോ നല്ലപോലെ ചേർത്തിട്ടുണ്ട്. ഞാൻ ഇത് മാരിനേറ്റ് ചെയ്തിട്ടൊരു 1.5 മണിക്കൂറായി, ഓൾമോസ്റ്റ് 1.5 മണിക്കൂറായി ഇപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാൻ പാനിൽ എണ്ണ ചൂടായതിന് ശേഷം ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. യെസ്, അപ്പോൾ ചിക്കൻ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമുക്ക് 2 സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരുപാടങ്ങ് ഡ്രൈ ആക്കേണ്ട കാര്യമില്ല. നമ്മൾ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. 2 സൈഡും ഒന്ന് വെന്ത് കുറച്ചൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഓഫ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു 2 hours ആയിട്ടുണ്ട് നമ്മുടെ പിസ്സയുടെ ഡോ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു എയർ ടൈറ്റ് ആയിട്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. യെസ്, നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട്. യെസ്, ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ച് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. യെസ്, അപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ കേക്ക് മൗൾഡിൽ ഞാൻ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഡോ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതിൽ ഫുള്ളായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടിയുണ്ട്. ഫോർക്ക് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ
കുത്തി കൊടുക്കണം. അതിൻ്റെ എയർ ഇതായിട്ട് വരാതിരിക്കാനായിട്ട്, എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാനായിട്ട് നല്ലപോലെ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കുക. അപ്പം ഞാൻ ഫുള്ളായിട്ട് അതിൽ എയർ ബബിൾസ് A4 കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ നേരത്തെ അടച്ച പോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ട് ഒരു 20 മിനിറ്റോടെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ പിസ്സ സോസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ പിസ്സ സോസ് നമുക്ക് എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സവോള, ടൊമാറ്റോയൊക്കെ റെഡ് ചില്ലി എല്ലാം കൂടെ നല്ലപോലെ വേവിച്ചിട്ട് അത് അരച്ചെടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഒരു എളുപ്പ വഴിയാണിത്. അപ്പോൾ ആദ്യം നമ്മൾ അതിന് വേണ്ടി ടൊമാറ്റോ സോസ് എടുക്കുക ആവശ്യത്തിന്. അങ്ങനെ ഞാൻ നമ്മുടെ ടൊമാറ്റോ സോസിലേക്ക് റെഡ് ചില്ലിയും അതുപോലെ തന്നെ ഗാർലിക്കും കൂടെ ക്രഷ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഒറിഗാനോ ഇട്ട് കൊടുക്കുകയാണ്. ഒറിഗാനോ അത്യാവശ്യം നല്ല രീതിയിലിടാം. ഇത് മിക്സ് ചെയ്തെടുക്കാം. ഒറിഗാനോ ആണ് പിസ്സയുടെ മെയിനായിട്ട് നമുക്ക് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും തരുന്നൊരു ഐറ്റം. അപ്പോൾ അതിൻ്റെ സോസിൽ നമ്മൾ എന്തായാലും നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിസ്സ സോസ് എന്ന് അല്ലെങ്കിൽ റെഡ് സോസ് എന്നൊക്കെ പറയും. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആയി ഞാൻ ഇത് വെച്ചിട്ട്. ഇതാ കുറച്ചും കൂടെ ഒന്ന് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. എല്ലാ സൈഡും ഒന്നും കൂടെ നമുക്ക് ഈക്വൽ ആണെന്ന് നോക്കാം. എന്നിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സോസ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പിസ്സ സോസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിസ്സ ആയതുകൊണ്ട് നമ്മളങ്ങനെ ലെയർ ചെയ്യുന്നൊന്നുമില്ല. ഒറ്റ ഇതിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഫുൾ സോസും നമ്മൾ ഇട്ട് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാ സൈഡിലേക്കും. ഇനി ഇതിലേക്ക് നമ്മളങ്ങനെ സോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചീസ് ഇട്ട് കൊടുക്കുവാണ്. പിസ്സയുടെ അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചീസ്. അപ്പോൾ ഞാൻ ചീസ്, മോസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. ചീസ് എല്ലായിടത്തേക്കും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഞാൻ ചീസ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെജീസും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കനും ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെജീസും ചിക്കനും ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഒരു ലെയർ കൊണ്ട് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ചീസ് ഇട്ട് കൊടുത്തായിരുന്നു സോസ് ഒഴിച്ച് കഴിഞ്ഞ്. അത് കഴിഞ്ഞ് നമ്മൾ വെജീസും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ടു. അതിന് ശേഷം ഒരു ലെയർ കൂടെ ചീസ് ഇട്ട് കൊടുത്തു. ഇതാ ലാസ്റ്റായിട്ട് കുറച്ച് ഒറിഗാനോയും കൂടെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിസ്സയുടെ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ യൂഷ്വൽ ബിരിയാണി പോട്ട് തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 20 to 25 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ പിസ്സ സെറ്റായി.
യെസ്, ഞാനൊരു 20 മിനിറ്റ്സ് വെച്ചപ്പോൾ തന്നെ നമ്മുടെ പിസ്സ നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായി എടുത്തിട്ടുണ്ട്. യെസ്, നല്ല യമ്മി ആയിട്ടുള്ള പിസ്സയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.